ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ബൈക്കിൻ്റെ കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ്. ബൈക്ക് ഇപ്പം 2,00,000 കിലോമീറ്റർ അടുക്കാറായി. അപ്പം നമ്മുടെ ഒരു പ്രദീപേട്ടൻ പറഞ്ഞു ബൈക്കിനെ പറ്റിയൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പം മിസ്സിങ് തുടങ്ങിയപ്പോൾ ഞാൻ പ്രദീപേട്ടനോട് പറഞ്ഞു ഇങ്ങനെ മിസ്സിങ് ഉണ്ട്. അപ്പോൾ പ്രദീപേട്ടൻ പറഞ്ഞു നമുക്ക് കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി എന്നാൽ ഓക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വൈകിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ ടോർച്ചൊക്കെ കത്തിച്ചാൽ നമ്മൾ വീഡിയോ എടുത്തേക്കുന്നത്. പ്രദീപേട്ടൻ്റെ മോനാണ് എടുത്തേക്കുന്നത്. ഇടയ്ക്ക് നമ്മളെ ശല്യപ്പെടുത്താൻ വന്നായിരുന്നു പുള്ളി. നമ്മൾ പിന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി ഓരോന്നൊക്കെ വന്ന് പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കാർബറേറ്റർ. എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. എനിക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. പ്രദീപേട്ടനും ടെക്നിക്കൽ നോളജ് ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഇതഴിക്കുന്ന വീഡിയോ ആണ്. മൊത്തം പൊടി പിടിച്ചിരിക്കുക, കണ്ടില്ലേ? 10 വർഷമായി വണ്ടി എടുത്തിട്ട്. 2015 എടുത്ത വണ്ടിയാണ്. അപ്പം നമ്മളിതുവരെ എഞ്ചിനൊന്നും പണിതിട്ടില്ല. ഞാനിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. വണ്ടി എടുത്തപ്പോൾ മുതൽ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. അകപ്പാടെ 2-3 ദിവസമൊക്കെ എടുക്കാതെ വന്നിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് കാർബറേറ്റർ എന്നാണ് എന്നോട് പറഞ്ഞത്. ഇതിനുള്ളിൽ മൊത്തം സൈഡിലെല്ലാം കരി പിടിച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ സൈഡിലെല്ലാം കരിയും പുകയെല്ലാം പിടിച്ചിരിപ്പുണ്ട്. ഇതെന്തൊക്കെയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇത് ഫുള്ള് എല്ലാം അഴിച്ചെടുത്തു. ഇതിൻ്റെ അകത്തെ ഓരോ സാധനങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇതിലെല്ലാം പെട്രോളെല്ലാം കയറി പല ഭാഗത്ത് എത്തുന്നതെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതഴിക്കുന്ന വീടാണ്. ഇവിടെയൊന്നും വലിയ ചെളിയൊന്നും ഇരിപ്പില്ല. പിന്നെ ആ പുറത്തെല്ലാം അത്യാവശ്യം നല്ല ചെളി ഉണ്ടായിരുന്നു. ഇതിലൊക്കെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്, അതെല്ലാം അടഞ്ഞിരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതുണ്ടോ, ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2,00,000 കിലോമീറ്റർ അടുത്താകാറായി. അപ്പോൾ ചെറിയ വണ്ടി എടുക്കുമ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കൊക്കെ വണ്ടി മിസ്സിങ് കാണിക്കുന്നുണ്ട്, അതായത് നിന്ന് പോകുന്ന പോലെ കാണിക്കുന്നുണ്ട്. എൻജിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്ത പോലെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാനിത് പ്രദീപേട്ടനോട് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇതിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യാമെന്ന്. ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം അഴിച്ച് ക്ലീനാക്കി വണ്ടി സെറ്റാക്കി തന്നു എനിക്ക്. ഞാനിതിപ്പോൾ വൈകിട്ടാണ് വണ്ടി കൊണ്ട് കൊടുത്തത്. അപ്പം പ്രദീപേട്ടനും പണി കഴിഞ്ഞ് വന്നപ്പോഴാണ്, വൈകിട്ട് നേരമുള്ളൂ. അപ്പം ഇതൊക്കെ കാർബറേറ്ററിൻ്റെ അകത്തെ പാർട്സുകളാണ്. ഇതെന്തോ റബ്ബർ മെറ്റീരിയലാണ്. ഇത് കണ്ടോ, റബ്ബറിൻ്റെ ഇത് വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇതെല്ലാം ഞങ്ങൾ ഫുൾ ഊരി വെള്ളത്തിനകത്ത് കഴുകി സെറ്റപ്പാക്കി എടുത്തായിരുന്നു. ഇതെല്ലാം ഇതിനകത്തുള്ള ഓരോരോ പാർട്സുകളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നേരത്തെ. നമ്മളിപ്പം വെള്ളത്തിനകത്ത് കഴുകി ക്ലീനാക്കി എടുക്കും. ഇതിപ്പം വണ്ടി യൂണിക്കോൺ 160 ആണ് എൻ്റേത്. 2015 മോഡലാണ്. ഞാൻ യൂണിക്കോൺ 160യുടെ ഡിജിറ്റൽ മീറ്ററുള്ള വണ്ടിയായിരുന്നു നമുക്കിഷ്ടം. അപ്പോൾ അങ്ങനെ യൂണിക്കോൺകാർ ഡിജിറ്റൽ മീറ്ററുള്ള യൂണിക്കോൺ 160 എന്ന് പറഞ്ഞ മോഡൽ ഇറക്കി. അപ്പോൾ തന്നെ നമ്മൾ പോയി വണ്ടി എടുത്തു. എനിക്ക് വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല ഇതുവരെ. 2,00,000 കിലോമീറ്റർ ആകാറായപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല. കമ്പനിയിലാകപ്പാടെ 2 വർഷമൊക്കെ കമ്പനി സർവീസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വണ്ടിയെല്ലാം റിപ്പയർ ചെയ്ത് നമ്മുടെ കസിൻസാണ്. പ്രദീപേട്ടനെ കൂടാതെ ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു കസിൻ എനിക്കുണ്ട്. അവനും കൂടിയാണ് ഈ വണ്ടിയെല്ലാം നന്നാക്കി തരുന്നത്. ചിലപ്പോൾ പ്രദീപേട്ടൻ നന്നാക്കി തരും, ചിലപ്പോൾ ഉണ്ണിക്കുട്ടൻ നന്നാക്കി തരും. രണ്ടുപേരും വണ്ടികളുടെ എക്സ്പെർട്ടുകളാണ്. ഇടയ്ക്ക് ഞാനിനി വരും ദിവസങ്ങളിൽ അവരുടെ നന്നാക്കുന്ന വീഡിയോ ഒക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതിപ്പം കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്നതാണ്. പൈപ്പിലെ വെള്ളത്തിൽ നല്ല പ്രഷറിലാണ് ക്ലീൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ സ്പീഡിലായത് കാണിക്കുന്നത് നിങ്ങളെ, അല്ലെങ്കിൽ ബോറാകും. ഇതിപ്പം വിമ്മിൻ്റെ സോപ്പിട്ടിട്ട് ഉരച്ച് കഴുകുന്നതാണ്, ബ്രഷെല്ലാം ഇട്ടിട്ട്. അതുപോലെ ചെളി അടഞ്ഞിരിക്കുമായിരുന്നു അകത്ത്. അപ്പം ഇത് അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ചെയ്തു. ഇതിപ്പം നല്ല ക്ലീനാക്കി എടുത്തേക്കുന്നതാണ്. അകംവശമൊക്കെ ഏകദേശം അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. എന്നാലും പുറത്തൊക്കെ ചെറുതായിട്ട് ചെളിയൊക്കെ ഇരിപ്പുണ്ട്. അതിപ്പം രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ഇത്ര ചെയ്തുള്ളൂ. അല്ലാതെ ഇനി ഒരു ദിവസം സമയമെടുത്ത് നമുക്ക് ചെയ്യാമെന്നാണ് എന്നോട് പറഞ്ഞത്. ഇതിപ്പോൾ എനിക്ക് രാവിലെ ജോലിക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് വൈകിട്ട് തന്നെ സെറ്റാക്കേണ്ടിയിരുന്നതിനാൽ ഇപ്പോൾ ഒരു 9:30-10 ആയിട്ടുണ്ട് സമയം. ഇതിപ്പോൾ തിരിച്ച് റീഫിക്സ് ചെയ്യുകയാണ്. വണ്ടിയുടെ അടിയിൽ സൈഡിലെല്ലാം ചെളി പിടിച്ചിരിക്കുകയാണ്. ഇതിനിപ്പോൾ ഒന്ന് കഴുകണം, മഴയെല്ലാം കഴിഞ്ഞിട്ട്. ഇതിപ്പം മഴക്കാലം തുടങ്ങിയല്ലോ, സൈഡെല്ലാം അതെ ചെളിയാണ്. ഇതിപ്പം കാർബറേറ്റർ വെച്ച് കഴിഞ്ഞാൽ ശരിയാകുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൈപ്പൊക്കെ കയറാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ ഒരു റബ്ബറിൻ്റെ ഒരു പൈപ്പ് കട്ടായിപ്പോയി. പിന്നെ നമ്മളിവിടെ പഴയ ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു, അത് കയറ്റിയിട്ടു പകരം. ഇതെല്ലാം നമ്മൾ വെച്ചു. ഇതെല്ലാം വെച്ച് സെറ്റാക്കിയിരിക്കുന്നതാണ്. ജസ്റ്റ് അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്, സ്ലോ സ്പീഡ് അതവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വണ്ടിയുടെ മീറ്റർ കൺസോളാണ്. ഇതിനകത്ത് 1,60,60,000 സംതിങ്ങാണ് കാണിക്കുന്നത്. നമ്മുടെ ഒരു
40,000 കിലോമീറ്ററിൽ നമ്മുടെ മീറ്റർ ഒന്ന് മാറിയതായിരുന്നു വാറണ്ടിയിൽ. അപ്പോൾ അതിനുശേഷം ഇങ്ങനെയാണ്. ഇതിപ്പോൾ വണ്ടി സ്റ്റാർട്ടായി, സെറ്റായി, കുഴപ്പമൊന്നുമില്ല. ഓടിച്ചൊക്കെ നോക്കിയപ്പോൾ നല്ല നമ്മുടെ ഇതെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ പിക്കപ്പിൻ്റെ പ്രോബ്ലം, പുള്ളിങ് പ്രശ്നമെല്ലാം മാറി, വണ്ടി നീറ്റായിട്ട് ക്ലീനായി. അപ്പോൾ ഇത് കാർബറേറ്റർ ക്ലീൻ ചെയ്തപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ മിസ്സിങ് പ്രോബ്ലം എല്ലാം പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഗൈസ്. ഓക്കെ, ബൈ.